വിഷയം അറിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും ബന്ധപ്പെടുന്നത്. കാരണം നേരത്തെ ഇങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് അദ്ദേഹം ആരുടെയെങ്കിലും സമീപിക്കുകയോ സൂചിപ്പിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിലും ബന്ധപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഉദ്യോഗ സ്ഥലങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എവിടെയാണ് ഇതിൻ്റെ വീഴ്ച വന്നിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് ശക്തമായിട്ടും ആവശ്യപ്പെടാനുള്ളത്. ഒരാൾക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഏതൊരാൾക്കും സുഗമമായി സൗകര്യപ്രദമായി സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. അതേസമയം 10 മാസമായി അദ്ദേഹം വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്ററുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ട് ഏത് ഭാഗത്താണ് ഇതിൽ വീഴ്ച വന്നത് എന്നുള്ളത് അന്വേഷിക്കുകയും അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് നമുക്കെല്ലാവർക്കും ആവശ്യപ്പെടാനുള്ളത്. അല്ല, ഇതിൽ RTOയുമായി ബന്ധപ്പെടുമ്പോൾ അവർ ബ്രേക്കിന് വന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ ഒരല്പം എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്യണമെന്നും എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള അപാകതകളെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ അദ്ദേഹം ആരോടൊക്കെ സംസാരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. കൊണ്ടോട്ടി RTO ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം വിവിധ സ്ഥലങ്ങളിലുള്ള സ്ക്വാഡുകളാണ് ഈ ഇത്തരം പരിശോധനകൾക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സ്ക്വാഡാണ് വന്നത്, ആരാണ് നിർദ്ദേശം കൊടുത്തത്, ആരെല്ലാമാണ് ഇദ്ദേഹം സമീപിച്ചെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ അന്വേഷണത്തിലൂടെ വ്യക്തമായി ഇത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായത് എന്നോ ഇനി അതല്ല അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് പ്രകാരം വണ്ടിയുടെ വന്ന രൂപമാറ്റം വരുത്തുന്നതിലും താമസമാണ് എന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെയാണ് മനസ്സിലാവേണ്ടത്. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള സുതാര്യമായ നിഷ്പക്ഷമായ അന്വേഷണമുണ്ടായി ഇതിലുള്ള വീഴ്ചകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും വീഴ്ചകളുണ്ടെങ്കിൽ നടപടി വേണമല്ലോ. കാരണം ഏതൊരു പൗരനും സർക്കാർ ഓഫീസുകളിൽ സുഗമമായും സുതാര്യമായും സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. സേവനാവകാശ നിയമം വരെയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പൗരന്മാരുടെ അവകാശങ്ങൾക്ക് നിഷേധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകണം. അതുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നിഷേധിക്കാൻ കാരണമായിട്ട് അവർ പറയുമെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ സുതാര്യമായ അന്വേഷണം വേണം എന്നുള്ളത് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതാണ് അതിൽ നടക്കുമെന്നുള്ളത്. കാരണം അദ്ദേഹം പറയുന്ന വിശദീകരണം തന്നെയാണ് ഇപ്പോൾ MVD വിശദീകരണമായി പറയുകയും ചെയ്യുന്നത്. അല്ല, ഒരാളുടെ മരണം വരെ ഉണ്ടാക്കിയ സംഭവമാണല്ലോ. അദ്ദേഹം സിസ്റ്റത്തിനെതിരെ വളരെ ശക്തമായി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പറയുന്നുമുണ്ട്. അപ്പോൾ കുറേ ധാരണകളുള്ള വ്യക്തിയാണ്, നല്ല വായനയുള്ള വ്യക്തിയാണെന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾക്കെതിരെ നടപടി വേണം. അദ്ദേഹം തന്നെ പറയുന്ന എക്സ്ട്രാ ഫിറ്റിങ്സ് എത്രത്തോളം ഗുരുതരമായതാണ്, അതല്ല വളരെ ചെറുതായ സംഭവങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിയമങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് മറുപടി പറയാൻ പറ്റുക. എന്തായാലും മരണത്തിനുണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. നേരത്തെ ഇതൊന്നും അറിയാത്തത് കൊണ്ട് ആർക്കും ഇടപെടാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്താണെന്നുള്ളത് നല്ല അന്വേഷണം വേണം. കാലതാമസമില്ലാതെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുക എന്നുള്ളതായിരിക്കണം ഓരോ സർക്കാർ ഓഫീസിൻ്റെയും മുഖമുദ്ര. അത് സർക്കാർ ആ ഒരു കാര്യത്തിൽ വളരെയധികം കർശനമായ താല്പര്യമുണ്ട്. ഉദ്യോഗസ്ഥരും ആ രീതിയിൽ പെരുമാറണമെന്നാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. നിരവധി ഓട്ടോകളുള്ളതാണ്, എല്ലാം വിവിധ ഓട്ടോകളൊക്കെ അത്തരം ഗ്രില്ലുണ്ട്. മാത്രമല്ല അദ്ദേഹം നേരത്തെ തന്നെ 2 തവണ ബിസിനസ്സിനായിട്ട് പോയ സമയത്ത് ഈ ഗ്രില്ലുണ്ടായിരുന്നു. അന്ന് ഏജൻറ്റ് മുഖേന അത് നടപ്പിലായി കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഗ്രില്ലായിരുന്നു പ്രശ്നം എന്നുള്ളത് തോന്നുന്നുണ്ടോ? അല്ല, അത് എനിക്ക് വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ ഫയലുകൾ പരിശോധിക്കുകയും വാഹനം കാണുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അത്തരമൊരു പരിശോധന ഒരു ഔട്ട്സൈഡ് ഏജൻസി നടത്തട്ടെ. നിലവിലുള്ള ഈ പ്രദേശത്തുള്ള ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ഇതിൻ്റെ ഹയർ അതോറിറ്റിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടക്കട്ടെ എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അല്ല, ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ഫിറ്റിങ്സുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ വാഹന നിയമം മാത്രമല്ല, കേന്ദ്ര വാഹന നിയമം കൂടി ഇതിനോട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ് നേരത്തെ തന്നെ ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ ഒരു വിഷയങ്ങളിൽ നമ്മൾക്കൊക്കെ ലഭ്യമായിട്ടുള്ള വിവരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ അതിൽ പെടുന്നതാണോ അതല്ല ഇവിടെ തന്നെ തീർക്കാൻ പറ്റാവുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പരിശോധന ആവശ്യമാണ്. മുഖേന വന്നാൽ പെട്ടെന്ന് പാസ്സായി കിട്ടാൻ ഫിറ്റ്നസ് നൽകുന്നു, അല്ലാത്തവർ നേരിട്ടൊരു പൗരൻ
നൽകി പോകുമ്പോൾ അതിന് പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് വീണ്ടും വരുന്നു അല്ലെങ്കിൽ ചെല്ലേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അതൊരു പൊതു രീതിയാണ്. നേരത്തെ സർക്കാർ തലത്തിലുള്ള അത്തരം കാര്യങ്ങൾക്കെതിരെ വിമർശനമുള്ളതാണ് ഇത്തരത്തിലുള്ള. അപ്പോൾ അത് വീണ്ടും തുടരുന്നു എന്നുള്ളൊരു പരാതി കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പരിശോധിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പൗരന്മാർക്ക് നേരിട്ട് തന്നെ സുതാര്യമായ രീതിയിൽ സംതൃപ്തികരമായ രീതിയിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന സർക്കാർ ഓഫീസുകൾ നമ്മളെല്ലാ ഓഫീസുകളും മാറണം. അവിടെ ഒരു ഇടനിലക്കാരനുണ്ടാവുക, ആ ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ പണം കൊടുത്താലോ മാത്രം ശരിയാവുക, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധി വിളിച്ചു പറഞ്ഞാൽ മാത്രം ശരിയാവുക എന്നൊരു രീതി അല്ല ഉണ്ടാവേണ്ടത്. ഏതൊരാൾക്കും ഡയറക്റ്റ് ഓഫീസർമാരെ അപ്രോച്ച് ചെയ്യാനും അതിനനുസരിച്ച് അവർക്ക് കാലതാമസം കൂടാതെ ലഭിക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഷൗക്കത്തിൻ്റെയും ആവശ്യം അതുതന്നെയാണ്. സിസ്റ്റത്തിൽ അത്തരം പ്രശ്നങ്ങളുണ്ട്, സിസ്റ്റം നന്നാവണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു പൗരനും ഒരു ഓഫീസിൽ ചെന്നാൽ ആ ഓഫീസിൽ നിന്ന് അവന് വേണ്ട സേവനങ്ങൾ താമസം വിന ലഭ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഉയർത്തിയ ആ ഒരു ആവശ്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മളൊക്കെ നിലകൊള്ളും. ഇത് 10 മാസമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഇമ്മീഡിയറ്റായി ഉണ്ടായ ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാലതാമസം വന്നതിൻ്റെ ഇടയിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ആരൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അന്വേഷിക്കണം. മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. എല്ലാതരം മോഡിഫിക്കേഷനും അനുവദിക്കാൻ നിയമം സർക്കാരിനെ അനുവദിക്കുന്നില്ല. കേന്ദ്ര നിയമം കൂടി അതിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലഭ്യമായ അല്ലെങ്കിൽ പരിമിതമായ രീതിയിലുള്ള മോഡിഫിക്കേഷൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളത് ഗതാഗത മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക.